ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും FR ചാനൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് വീഡിയോ സമർപ്പിച്ചിരിക്കുന്നത് പെറ്റുകളുടെ വീഡിയോ ആണ്. എൻ്റെ വീട്ടിലുള്ള പറ്റികൾ തന്നെയാണ്. അതായത് നായ്ക്കുട്ടികളും പട്ടികളും അതുപോലെ തന്നെ പൂച്ചകളായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതേപോലെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതൊക്കെയാണ് എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ താഴെ ബെല്ലൈക്കൺ കാണാം വലത്ത് സൈഡിൽ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അതായത് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ള താരങ്ങൾ. ഇവരൊക്കെയാണ്. ഒരാൾ അവിടെ ആ മൂലയിൽ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. അത് നായ്ക്കുട്ടിയാണ്, ടിറ്റു എന്നാണ് അവൻ്റെ പേര്. ഇപ്പോൾ ഇത് നക്കി കൊടുക്കുന്ന പൂച്ചക്കുട്ടിയുടെ പേര് ടുട്ടു എന്നാണ്. ടുട്ടുമോളാണ്. അവളാകെ എലിക്കുഞ്ഞിൻ്റെ അത്രേ ഉള്ളൂ. പക്ഷേ എവിടേക്ക് വേണമെങ്കിലും കയറി പോവും. പിന്നെ പുറത്തൊന്നും തൂറാൻ ഭയങ്കര മടിയാൾക്ക്. അപ്പോൾ അടുക്കളയിലാണ് ആളുടെ ബാത്റൂം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മയായിട്ടുള്ള അംഗം എന്നും ഉണ്ട്. ആൾ കാലത്തും വൈകിട്ടാണ് ബാത്റൂം ആക്കിയേക്കുന്നത് അടുക്കള. അപ്പോൾ അത് കാരണം എന്ത് തല്ല് കിട്ടിയാലും ആളവിടെ പോവില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ആളുടെ കാര്യം സാധിച്ചിട്ടാണ് ആൾ പോവുള്ളൂ. ആൾ തിരുവുള്ള എങ്ങനെ വെച്ചാലും എവിടേക്ക് വേണമെങ്കിലും കയറും. മരത്തിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ മരത്തിൻ്റെ മുകളിലേക്ക് കയറും. നമ്മൾ എങ്ങനെയൊക്കെ വാതിലടച്ചിട്ടാലും എങ്ങനെയെങ്കിലുമൊക്കെ ആൾ ചൂട്ടഴി ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ മുകളിലേക്കൊക്കെ എങ്ങനെയും പൊത്തിപ്പിടിച്ച് കയറി വരും. ഭയങ്കര വില്ലത്തിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു സ്പൈഡർമാനാണ് ആൾ. ആളുടെ അംഗമൊന്നും ഇതുവരെ അങ്ങനെയുള്ളൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കിടക്കുന്ന മുതൽ അവിടെ അവളുടെ കളറ് ഒരു ഡാർക്ക് കളറാണ്. അവൾക്ക് പേരിട്ടുണ്ട് ഡാർക്കി എന്ന് പേരിട്ടുണ്ട്. അപ്പോൾ ആ പൂച്ചക്കുട്ടി ഇവൾക്ക് നക്കി കൊടുക്കുന്നത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അനങ്ങാണ്ട് കിടക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കെടുത്ത് കൊടുക്കും അരി ടുട്ടുമ്പോൾ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോകളൊക്കെ ചില ടൈമിൽ ഞാൻ ഇറക്കാം. 2 കഥാപാത്രങ്ങളും കൂടി വരാണ്ട്, ഒരു ചേച്ചിയും വരാണ്ട്, ഒരു വല്യമ്മയും വരാണ്ട്. ഈ ടുട്ടുപോളുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ആ താരങ്ങൾ രണ്ടാളും കുറച്ച് കഴിയുമ്പോൾ വരാൻ നിൽക്കുന്നുണ്ട്. അവർ കുറച്ച് നേരത്തുനിന്ന് പുറത്തേക്ക് പോയുള്ളൂ. അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ മൂലയിൽ കിടക്കുന്ന ടിറ്റപ്പൻ എന്നാണ് അവൻ്റെ പേര്. അവന് പനി പിടിച്ച് കിടക്കുകയാണ്. അവനാകെ തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം ടുട്ടുമോള് അവൻ്റെ അരികിലേക്ക് അത്രയ്ക്ക് പോവില്ല. അത് കാരണം അവന് ദേഷ്യമാണ്. ടുട്ടുമോള് പിടിച്ച് 2 തട്ട് തൊട്ടു. അപ്പോൾ ടുട്ടുമോള് തെറിച്ചു പോകും. അപ്പോൾ അധികം അങ്ങോട്ട് എടുക്കാറില്ല. ഈ മുതലിൻ്റെ അടുത്താണ്, ഈ ഡാർക്കി എന്ന് പറയുന്ന ഈ പട്ടിക്കുട്ടിയുടെ അടുത്താണ് അവൾക്ക് വല്ലാത്തൊരു ഇരിപ്പ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾ പറയുന്നതിനനുസരിച്ച് ഇവള് നിന്ന് കൊടുക്കും. അതായത് അരികത്തൊന്നും അനങ്ങാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന രീതിയിൽ അവിടെ ഇരുന്നോളും. ശരിക്കും ഈ ആളെ പേടിച്ചിട്ടാണ് അവൾ ഇരിക്കുന്നത് കേട്ടാ. ആളൊന്ന് നോക്കി കഴിഞ്ഞാൽ ആൾക്ക് പേടിയാണ്. വന്നിട്ട് പേടിച്ച് കഴിഞ്ഞാൽ അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൈ കൊണ്ട് അടി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അവൾ കഴിക്കുകയാണെങ്കിൽ കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ കഴിക്കുക എന്നുള്ള രീതിയിലാണ് പട്ടിക്കുട്ടി ഡാർക്കി എന്ന് പറയുന്നത്. അടുത്ത താരങ്ങൾ വരുന്നുണ്ട്. അവളുടെ വല്യമ്മ വന്നിട്ടുണ്ട്. ടുട്ടുമ്പോളുടെ വല്യമ്മ എത്തിയുണ്ട്. ഇപ്പോൾ ഒരു താരം കൂടി വരാണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷണിക്കുന്നുണ്ട് വല്യമ്മ. ചേച്ചി എത്തി. അപ്പോൾ ഇവർ ഒരുമിച്ചാണ് പകലും കളിയും. ഭയങ്കര ഫ്രണ്ട്ലിയായിട്ടുള്ള ടീമുകളാണ് ഇവർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണമാണ്. ആ മൂലയിൽ വയ്യാതെ കിടക്കുന്നവനാണ് വലിയ കമ്പനി കൂടാൻ പോകാത്തത്. അവന് പനി പിടിച്ചിട്ട് 2-3 ദിവസമായി. അത് കാരണം ആകെ ദേഷ്യത്തിലാണ് കിടക്കുന്നത്. പിന്നെ വല്യമ്മയ്ക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കേണ്ട രീതി, അതുപോലെ നക്കി കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് സോഫ്റ്റായിട്ട് ചെയ്യുള്ളൂ. അങ്ങനെ അങ്ങോട്ട് ചെന്ന വെച്ച് ഇങ്ങോട്ട് വായോ എന്നുള്ള രീതിയിൽ ഹാർഡായിട്ട് നക്കി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും നൈസായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ പിന്നെ കണ്ടില്ലേ, ഇത് വലിയ ഇരിക്കണുണ്ടല്ലോ. അപ്പോൾ അത് ഇരിക്കണം. അവിടെ നിന്ന് ഒരു മോരണ്ടി കഴിഞ്ഞാൽ അവളപ്പോൾ അവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ ഇവരുടെ മേത്തൊക്കെയാണ് ഇവർ കിടന്നു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഇവൾക്കൊരു എളുതരുണ്ട്. ഈ ഡാർക്കി എന്ന് പറയുന്നവൾക്ക് ഒരു എളുതരുണ്ട്. വല്യമ്മയും ചേച്ചിയും മോളുടെ വല്യമ്മയും ചേച്ചിയോട് വന്നു കഴിഞ്ഞാൽ അവളിങ്ങനെ മലർന്നിങ്ങനെ കിടക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചുടുത്തിലൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് ഡാർക്കി മോൾക്ക് ഒക്കെ റെഡിയാക്കി കൊടുത്തോളും. കണ്ടില്ലേ, അവളിങ്ങനെ സുഖമായിട്ട് കിടക്കും. അത് സോഫ്റ്റായിട്ട് കിടക്കും. എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അടിച്ച് കിടക്കും. കണ്ടില്ലേ, മോളുടെ വല്യമ്മയും അതുപോലെ ചേച്ചിയൊക്കെ വന്നിട്ട് ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫ്രണ്ടിലേക്ക് അത് വീഡിയോ എടുക്കണില്ല എന്നുള്ളൂ.
ചേച്ചി ടുട്ടുമുള്ള ചേച്ചി അവിടെ ഭയങ്കര ക്ലീനിങ് ആണ് ആരാ ടർക്കീനെ, ആ പട്ടിക്കുട്ടീനെ കണ്ട. ഇപ്പോൾ അവൾക്ക് നേരത്തെ ബ്രെഡ് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ആവശ്യം കഴിഞ്ഞു. ഇപ്പോൾ ആരെങ്കിലും കഴിക്കിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൂട്ടത്തിൽ കഴിക്കണം. ആർക്ക്? പട്ടിക്കുട്ടിക്ക്, ടർക്കിക്ക് കണ്ട. അപ്പോൾ ഇവർ രണ്ടാളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് എന്തിട്ടെങ്കിലും മേത്ത് വല്ല ചൊറിച്ചിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളൊക്കെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി ചെളി ആയാൽ തന്നെ അവിടെ വന്ന് കിടക്കും. എവിടെ? ഈ പായൽ വന്ന് കിടക്കും. പായൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഇവരെ പൂച്ചകൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ അവർ റെഡിയാക്കിയുള്ളൂ എന്നുള്ള അവൾക്ക് അറിയാം. അവളവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിയോളും. അപ്പോൾ അവൾക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അവളങ്ങോട്ട് മയങ്ങി പോകും. ഇവരെ എനിക്ക് പോയാൽ അവൾ വിളിച്ചാലും എനിക്കില്ല. അതേപോലെ സുഖകരമായിട്ടാണ് കിടന്നുറങ്ങുക. കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനമാണ്. ഇവള് ഇത്തിരി കൊഞ്ചാണ് ഈ പട്ടിക്കുട്ടി. അപ്പോൾ പൂച്ചക്കുട്ടിയുടെ വലിയമ്മയും ചേച്ചിയും എല്ലാവരും കൂടിയിട്ട് ഇവള് ഭയങ്കര സ്നേഹമാണ്. ഇവളെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും അവരുടെ അടുത്ത് നിന്നോളും. ആ രീതിയിലാണ്. അപ്പോൾ അത് കാരണം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മളോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇവർ രാത്രികളിൽ ഈ പായൽ തന്നെയാണ് ഇവിടെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു തട്ട് മുട്ട എന്തെങ്കിലും വന്നാൽ തന്നെ ഇവർ 5 പേരെ എനിക്കും 5 പേരെ എനിക്ക് ആരാണെന്ന് നോക്കും. അവിടെ ആ പടിയുടെ അവിടേക്ക് വരെ പോയി നോക്കും. 5 പേര് ഒരുമിച്ച്. ചില ടൈമിൽ, മിക്ക ടൈമിലും അങ്ങനെയാണ്. എല്ലാവരും ഒരുമിച്ച് എനിക്കും. കണ്ടില്ലേ? എല്ലാവർക്കും അവളെ ഭയങ്കര സ്നേഹമാണ്. അവൾക്കും അവരെല്ലാവരും ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർ. കണ്ടില്ലേ? ആ ചെറിയ പൂച്ച വരെയാണ് അവൾക്ക് നക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്.